നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്ക്വയറിൻ്റെ അതായത് ഒരു സമചതുരത്തിൻ്റെ വികർണം ഡയഗണലിൽ നമ്മൾ ഒരു വശമായിട്ട് ഈ ഡയഗണലിൽ ഒരു വശമായിട്ട് നാം ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ ഒരു സമചതുരം വരയ്ക്കുകയാണെങ്കിൽ ആ സമചതുരത്തിൻ്റെ ഏരിയ ഈ ആദ്യത്തെ സമചതുരത്തിൻ്റെ ഏരിയയുടെ ഇരട്ടിയായിരിക്കും എന്ന് പഠിച്ചു അല്ലേ. ഇപ്പോൾ ഇതാണ് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ. അത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഒരു വശമായിട്ട് നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയയുടെ ഇരട്ടിയായിരിക്കും അല്ലേ. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അത് വെച്ച് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ സമചതുരമാണ് എടുത്തത് അല്ലേ. ഇനി സമചതുരത്തിന് പകരം ഒരു ചതുരമാണ് എടുത്തതെങ്കിലോ, അതായത് ഒരു റെക്റ്റാങ്കിളാണ് എടുത്തത്. അപ്പോൾ ഈ സമചതുരത്തിന് പകരം ഒരു റെക്റ്റാങ്കിൾ എടുത്തു. ഇനി റെക്റ്റാങ്കിളിൻ്റെ വികരണം ഡയഗണൽ. ഇപ്പോൾ നോക്കിയാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ അല്ലേ, ഇതാണ് ഡയഗണൽ. ഈ ഡയഗണൽ ഒരു വശമായിട്ട് നാം ഇവിടെ ചെയ്ത പോലെ ഒരു സമചതുരം വരയ്ക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതിൻ്റെ ഡയഗണൽ എടുത്തു. ഇനി ഞാനിത് വെച്ചിട്ട് നോക്കിയാൽ ഇതേ അളവിൽ ഒരു സ്ക്വയർ വരച്ചു. ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു സ്ക്വയർ വരച്ചു. ഇവിടെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ വശങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ചതുരം അല്ലേ, ഒരു ചതുരത്തിന് 4 വശങ്ങൾ. അതിലിപ്പോൾ ഈ വശവും ഈക്വൽ ആയിരിക്കും, ഈ 2 വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ വികരണം ഒരു വശമായിട്ടാണ് നാം ഇപ്പോൾ ഒരു സമചതുരം വരച്ചത് അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ ഇതിനൊരു ഈ ചതുരത്തിനൊരു ചെറിയ വശമുണ്ട് അല്ലേ, ഈ വശം. അപ്പോൾ ഈ വശത്തിൽ നാം ഒരു സമചതുരം വരയ്ക്കുകയാണെങ്കിലോ, അതായത് ഈ വശത്തിൻ്റെ നീളം അല്ലേ, അതെടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ നാം ഇവിടെ ഒരു സമചതുരം വരച്ചെന്ന് വിചാരിക്കുക. ഇതിന് മറ്റൊരു വശമുണ്ട് അല്ലേ, നീളമുള്ളൊരു വശമുണ്ട് അല്ലേ. ആ വശം ഒരു വശമായിട്ട് നമുക്ക് മറ്റൊരു സമചതുരം വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സമചതുരം വരച്ചു. അപ്പോൾ അത് മനസ്സിലായില്ലേ? അതായത് ആദ്യം നമ്മൾ ഈ വികരണം ഒരു വശമായിട്ട് നാം ഒരു സമചതുരം വരച്ചു. പിന്നെ നമ്മൾ ഈ ചതുരത്തിൻ്റെ ഈ നീളം കുറഞ്ഞ വശം ഒരു വശമായിട്ട് ഒരു സമചതുരം വരച്ചു. ഈ നീളം കൂടിയ വശം അതൊരു വശമായിട്ട് ഒരു സമചതുരം വരച്ചു അല്ലേ. ഇപ്പോൾ നമുക്ക് 3 സമചതുരങ്ങൾ കിട്ടി. ഇവിടെ ഈ സമചതുരത്തിൻ്റെ പരപ്പളവും ഈ സമചതുരത്തിൻ്റെ പരപ്പളവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഇതാണ് ഇവ തമ്മിലുള്ള ബന്ധം. അത് നമുക്കൊന്നും കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഈ ചതുരത്തിന് നമ്മൾ ഇങ്ങനെ ഒരു വികരണം വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി അല്ലേ. അതായത് ഒരു മട്ടത്രികോണം നമുക്ക് ഇങ്ങനെ കിട്ടി, ശരിയല്ലേ? അതായത് ഞാനിപ്പോൾ മട്ടത്രികോണോട് വരയ്ക്കുക. ഇങ്ങനെ ഒരു മട്ടത്രികോണം കിട്ടി. അപ്പോൾ ഏത് റെക്റ്റാങ്കിളും ഇതേപോലെ വികരണം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മട്ടത്രികോണങ്ങൾ കിട്ടും അല്ലേ. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിട്ട് നമുക്കറിയാതെ. അപ്പോൾ നമുക്ക് ഈ ഒരു മട്ടത്രികോണം കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ മട്ടത്രികോണത്തിൻ്റെ ഈ നീളമുള്ള വശം അല്ലേ, ഈ മട്ടത്രികോണത്തിൻ്റെ നീളമുള്ള വശത്ത് എന്താണെന്ന് പറയാം? അതിന് നമ്മൾ പറയാം ഹൈപ്പോട്ടീനസ് എന്ന് പറയാം അല്ലേ, ഹൈപ്പോട്ടീനസ്. അതായത് മലയാളത്തിൽ പറയാം കർണം. അപ്പോൾ ഈ നീളമുള്ള വശത്തെയാണ് നാം കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടീനസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ നീളമുള്ള വശത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അളവിൽ ഒരു വരച്ചു? ഒരു സമചതുരം വരച്ചൂടെ അല്ലേ. അപ്പോൾ നമ്മൾ ഈൻ്റെ അളവിൽ ഒരു സമചതുരം ഇങ്ങനെ വരച്ചു. ഓക്കെ. ഇനി ഈ മട്ടത്രികോണത്തിൻ്റെ ഈ ഒരു സൈഡ് പെർപെൻഡിക്കുലറായ 2 സൈഡുകൾ അല്ലേ, ഒന്നിതും അത് 90 ഡിഗ്രിയുള്ള സൈഡുകൾ, 90 ഡിഗ്രി. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. ഇനി ഈ നീളം എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ വരച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ചുരുക്കി എന്തെന്ന് പറയാം? ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം, അതായത് ഹൈപ്പോട്ടീനസ്, ഈ കർണത്തിൽ നമ്മൾ ഒരു സമചതുരം വരച്ചു കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇതിൻ്റെ ഏരിയയും ഈ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഹൈപ്പോട്ടീനസ്, അതായത് കർണത്തിൽ വരയ്ക്കുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഏത് മട്ടത്രികോണം എടുത്താലും അതിൻ്റെ ഈ ലംബവശങ്ങൾ, അതായത് പെർപെൻഡിക്കുലർ സൈഡുകൾ, അതിൽ വരയ്ക്കുന്ന ഈ 2 സ്ക്വയറുകളുടെ ഏരിയയ്ക്ക്, പരപ്പളവിന് തുല്യമായിരിക്കും ഏത് ഏരിയ? ഇതിൻ്റെ ഈ നീളമുള്ള വശം, അതായത്
കർണത്തിൽ ഹൈപ്പോട്ടിനസിൽ വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൻ്റെ നീളം ഒരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഈ വശത്തിൻ്റെ ഇത് ഈ മട്ടത്രികോണത്തിൻ്റെ ഈ വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ നീളം ഒരു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡ് 3 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഈ സൈഡുകളുടെ നീളമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് കണക്കൂട്ടാം? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഈ സ്ക്വയറിൻ്റെ ഏരിയ 5 സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ ഏരിയ സീക്വൽ ടു 5 സ്ക്വയർ, അതായത് 25. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടി 25. ഇതിൻ്റെ ഏരിയയോ? ഏരിയ സീക്വൽ ടു 3 സ്ക്വയർ അല്ലേ? അതായത് 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയയും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 9 + 25 അല്ലേ? അപ്പോൾ ഏരിയ സീക്വൽ ടു 9ഉം 25ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതായത് 34 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഈ ബന്ധം, ഇവ തമ്മിലുള്ള ഈ ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു തിയറാണ്, ഒരു സിദ്ധാന്തമാണ്. ഇത് കണ്ടുപിടിച്ചത് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു പൈത്തഗോറസ് എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. പൈത്തഗോറസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുക, അതായത് പൈത്തഗോറസ് തിയറം അല്ലെങ്കിൽ പൈത്തഗോറസ് സിദ്ധാന്തം എന്നറിയപ്പെടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയറും ഇതിൻ്റെ സ്ക്വയറും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏത് കിട്ടും? ഈ സ്ക്വയർ കിട്ടും. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൽ നീളമുള്ള സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലംബവശങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, വർഗ്ഗങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർഗ്ഗം കിട്ടും. അതാണ് ഈ പൈത്തഗോറസ് സിദ്ധാന്തം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചു അല്ലേ? 50 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗ്ഗമല്ല, പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ പകുതി എടുക്കും അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 25 അല്ലേ? അപ്പോൾ 25 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ ഏരിയ നമ്മൾ ആദ്യം വരയ്ക്കും, അതിനുശേഷം അതിൻ്റെ ഇരട്ടി നമ്മൾ ആക്കാൻ അറിയാം അല്ലേ? അതായത് അതിൻ്റെ വികരണത്തിൽ ഒരു സ്ക്വയർ വരയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ 32 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി എടുക്കാം അല്ലേ? 16 ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഇരട്ടി വരയ്ക്കാൻ നമുക്കറിയാം. ഇനി നമുക്ക് ഒരു 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? നമുക്കിതിന് നോക്കിയാൽ ഇതിന് പകുതിയാക്കി, നമ്മൾ ആദ്യം ചെയ്ത പോലെ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 5 സെൻറ്റിമീറ്റർ അല്ലേ? 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഏരിയ വന്നാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇനി ഇതിനെ ഇരട്ടിയാക്കി നീരിക്കുക, അപ്പോൾ 20 വന്നു, അപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ ഈ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? അവിടെയാണ് നമുക്ക് ഇത് ആവശ്യമായി വരിക. ഏത്? ഈ പൈത്തഗോറസ് സിദ്ധാന്തം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ശ്രദ്ധിക്കുക, 10നെ നമുക്ക് എന്താക്കി എഴുതാം? 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ തുകയാക്കി എഴുതാം. അതായത് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുകയാക്കി എഴുതാം. അതെങ്ങനെയാണ് എഴുതാം? 10നെ നമുക്ക് നോക്കിയേ 9 + 1 അല്ലെങ്കിൽ 1 + 9 അല്ലേ? 1 + 9 എന്ന് പറഞ്ഞാൽ 10 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂർണ്ണവർഗ്ഗമാണ് അല്ലേ? 1 സ്ക്വയർ ആണ് 1. 9 എന്ന് പറഞ്ഞാലോ 3 സ്ക്വയർ അല്ലേ? അപ്പോൾ രണ്ടും വർഗ്ഗങ്ങളാണ്. അതായത് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ + 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം, നാം ഇവിടെ പഠിച്ചത് എന്താണ്? ഇവിടെ നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നമ്മളൊരു മട്ടത്രികോണം വരച്ചു. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, ഇതിൻ്റെ ഏരിയ 3 സ്ക്വയർ അല്ലേ? അപ്പോൾ 3 സ്ക്വയറും കൂടി 5 സ്ക്വയറും കൂടി കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടി അല്ലേ? അതേപോലെ നമുക്ക് ഇവിടെ ചെയ്തുകൂടെ? അതായത് ഇവിടെ നോക്കിയാൽ 1 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 1 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും നീളത്തിൽ ഒരു മട്ടത്രികോണം വരച്ചു കഴിഞ്ഞാൽ, ഒരു മട്ടത്രികോണം ഞാൻ വരച്ചു, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇവിടെ നമ്മളൊരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ 3 × 3 അല്ലേ? 3 × 3 അതായത് 3 സ്ക്വയർ 9 ആയി. ഇവിടെ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാലോ 1 × 1 അല്ലേ? 1 × 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമ്മൾ ഈ കർണത്തിൽ ഒരു സ്ക്വയർ വരച്ച എന്തായിരിക്കും? ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇതിൻ്റെ 1ഉം 9ഉം കൂടി കൂട്ടുക അല്ലേ? അതായത് 9 + 1 = 10. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇവിടെ 10 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ നമുക്ക് വരച്ചൂടെ? എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മൾ 1 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അളവിൽ ഒരു മട്ടത്രികോണം വരയ്ക്കുക. മട്ടത്രികോണം വരച്ചിട്ട്
ഇതൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. ഈ മട്ടത്രികോണം കൃത്യമായ അളവിൽ മട്ടത്രികോണം വരച്ചിട്ട് ഇതേ അളവിൽ ഈ കർണത്തിൻ്റെ അതായത് ഹൈപ്പോട്ടിനസിൻ്റെ അളവിൽ നാം ഒരു ഇന്നലെ ചെയ്ത പോലെ ഒരു സ്ക്വയർ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ 10. അപ്പം ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 157 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? 17 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ, 17 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പഠിച്ച രൂപത്തിൽ പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ 17 ഒരു പൂർണ്ണവർഗമല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? 17നെ നമ്മൾ മാറ്റുന്നു. എങ്ങനെ മാറ്റുന്നു? 17 = അതായത് 2 പൂർണ്ണവർഗങ്ങളുടെ തുകയായിട്ട് നമുക്ക് ഇന്ന് എഴുതണം അല്ലേ? അതായത് പെർഫെക്റ്റ് സ്ക്വയർസിൻ്റെ തുകയായിട്ട് എഴുതണം. അപ്പോൾ 17 നമ്മൾ എങ്ങനെ എഴുതും? പെർഫെക്റ്റ് സ്ക്വയർസ് ഏതൊക്കെയാണ്? 1, 2 × 2 4, 3 × 3 9, പിന്നെ 16, 25 അല്ലേ, 36 അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടേണ്ടത്? 17 കിട്ടണം. 17 കിട്ടണമെങ്കിൽ 1 + 16 അല്ലേ, 1 + 16 17 ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 17നെ 16 + 1 എന്ന് എഴുതാം. ഇവിടെ 16 എന്ന് പറഞ്ഞതും പെർഫെക്റ്റ് സ്ക്വയറാണ്, 1 എന്ന് പറയുന്നതും പെർഫെക്റ്റ് സ്ക്വയറാണ് അല്ലേ. അപ്പോൾ ഇവിടെ 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയറാണ്, 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? നാം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നോക്കിയാൽ 4 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ലംബവശങ്ങൾ എടുത്തിട്ട് ഒരു മട്ടത്രികോണം നമ്മൾ വരയ്ക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഒന്നുകിൽ 1 സെൻറ്റിമീറ്റർ കൃത്യമായി സ്കെയിലിൽ എടുത്തിട്ട് 1 സെൻറ്റിമീറ്റർ ഞാനിങ്ങനെ വരയ്ക്കണം നോക്കണ്ട, ഇത് 1 സെൻറ്റിമീറ്റർ നിങ്ങൾ സ്കെയിലിൽ എടുത്തിട്ട് കൃത്യമായിട്ട് 1 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പിന്നെ എന്ത് വേണം? 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഇവിടെ നോക്കിയാൽ ഇവിടെ മട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നോക്കിയാൽ ഇവിടെ ലംബായിരിക്കണം അല്ലേ, 90 ഡിഗ്രി ആയിരിക്കണം. 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു ലംബമായിട്ട്. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും ചെയ്യാം അല്ലേ. ഇനി നമുക്ക് ഈ 2 ഇതും കൂടി കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ യോജിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടത്രികോണം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? 17 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നാം പഠിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഞാനൊന്നും കൂടി ഓർപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഈ സ്ക്വയറിൻ്റെ ഏരിയ 1 സ്ക്വയർ അല്ലേ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇതിൻ്റെ ഏരിയ 1. ഇനി ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിലോ, ഈ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് വരും? 4 സ്ക്വയർ അല്ലേ. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ കർണം അല്ലെങ്കിൽ ഈ ഹൈപ്പോട്ടിനസ് ഇതേ നീളം ഒരു വശമായിട്ട് നാം ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിലോ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? അതിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര വരും? 16 + ഇതിൻ്റെ ഏരിയ 1. അപ്പോൾ നമുക്ക് 17 കിട്ടും. അതാണ് നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ഇവിടെ 1 സെൻറ്റിമീറ്റർ എടുത്തു, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ. അല്ലെങ്കിൽ തിരിച്ചെടുത്തു എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മട്ടത്രികോണം ഇപ്പോൾ വരച്ചു അല്ലേ. ഇനി എന്ത് വേണം? നമ്മൾ ഇതൊന്നും വരയ്ക്കണ്ട, ഇത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കർണത്തിന് ഹൈപ്പോട്ടിനസ് ഈ നീളം ഒരു വശമായിട്ട് എടുത്തിട്ട് എന്ത് വരയ്ക്കുക? ഒരു സ്ക്വയർ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 17 ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ക്വയർ വരയ്ക്കാറിയല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു അല്ലേ. അതായത് ഇവിടെ നമ്മൾ ഒരു വശം എപ്പോഴും നമ്മൾ 90 ഡിഗ്രി എടുക്കുക, അത് അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മട്ട ഉപയോഗിച്ചുകൊണ്ടോ ഇവിടെ 90 ഡിഗ്രിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ കോമ്പസ് എടുത്തിട്ട് ഈ ലെങ്ത്ത് അല്ലേ, ഈ ലെങ്ത്ത് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ലെങ്ത്തും ഈക്വലായി അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? അതേ അളവിൽ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതിനുശേഷം അതേ അളവിൽ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ സ്ക്വയർ കിട്ടി. ഇനി രണ്ടാമത്തെ എന്താണ്? 18 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ 18 നമുക്ക് എന്ത് ചെയ്യണം? 18 നമുക്ക് = എങ്ങനെ എഴുതാം? 2 പൂർണ്ണവർഗങ്ങളുടെ തുകയായിട്ട് എഴുതണം അല്ലേ. അപ്പോൾ എനിക്ക് 18 കിട്ടുക നോക്കിയാൽ ഇത് ഇങ്ങനെയാണ് സംഖ്യയിൽ പോകുന്നത്. 18 കിട്ടിയതാണ് കിട്ടും. എങ്ങനെ കിട്ടും? 9 + 9 അല്ലേ. അപ്പോൾ 2 9 കൂട്ടിക്കഴിഞ്ഞാൽ 18 കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അപ്പോൾ 9 + 9, അതായത് 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ + 3 സ്ക്വയർ.
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ അല്ലേ, ലംബവശങ്ങൾ എടുത്തിട്ട് ആദ്യം ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ നോക്കിയാൽ എങ്ങനെ വരയ്ക്കാം, 3 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്തിട്ട് കൃത്യമായിട്ട് വരയ്ക്കട്ടെ, ഞാൻ വരയ്ക്കണ കണ്ടിട്ട് ഇതുപോലെ ഒന്നും വരയ്ക്കല്ലേ. 3 സെൻറ്റിമീറ്റർ വരച്ചു. അതിന് ശേഷം എന്ത് ചെയ്യാം, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, 3 3. അപ്പോൾ നമ്മളിവിടെ സെറ്റ് സ്കോർ ഉപയോഗിക്കുക അല്ലെങ്കിൽ മട്ട് ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് വരയ്ക്കണം. എന്നിട്ട് അത് എത്ര വേണം, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ അടുത്ത വരെയും വരച്ചു. അത്ര ചെയ്യാലോ, ചെയ്യാം. ഇനി ഇവ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ മട്ടത്രികോണം കിട്ടി. ഇനി ഇവിടെ ഈ നീളം ഒരു വശമായിട്ട് നാം ഇവിടെ ഒരു എന്ത് വരയ്ക്കേണ്ടി വരും, ഒരു സ്ക്വയർ വരയ്ക്കുക. അതിൻ്റെ ഏരിയ എത്രയായിരിക്കും, 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ, 3 സ്ക്വയർ 9 പ്ലസ് 3 സ്ക്വയർ, അപ്പോൾ നമുക്കിവിടെ 18. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്ന എത്രയായിരിക്കും, 18. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നീളം എടുക്കുക. ആദ്യം ഇപ്പുറം ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ 90 ഡിഗ്രിയിൽ വരയ്ക്കുക. എന്നിട്ട് ഈ നീളം മെഷർ ചെയ്യുക. മെഷർ ചെയ്ത കോമ്പസിൽ എടുത്തിട്ട് ഇവിടുന്ന് കൃത്യമായിട്ട് ഈ നീളം കോമ്പസിൽ വെച്ചിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യുക. മനസ്സിലായില്ലേ. ഇനി എന്ത് ചെയ്യാം, അതേ നീളം തന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെയും വെച്ചിട്ട് അതേ നീളം ഇങ്ങനെ വരച്ചു. അത് കഴിഞ്ഞാൽ ഇവ തമ്മിൽ അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ കിട്ടി. ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും, ഇതിൻ്റെ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ, പരപ്പളവ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, ഇതിൻ്റെ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതായത് 9 പ്ലസ് 9, അതായത് 18. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ എത്ര വേണം, 19 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 19നെ നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ, അതായത് 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ തുകയായിട്ട് നമുക്ക് എഴുതണം. എങ്ങനെ എഴുതും, അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നോക്കിയാൽ ഞാൻ ഇവിടെ എഴുതരാം. 1 1 അല്ലേ, 2 4, 3 9, 4 16, 5 25, 6 36, 7 49, 8 64, 9 81, 10 100. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ 19നെ എങ്ങനെ നമുക്ക് 2 പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സമ്മായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും, കിട്ടുമോ നോക്കിയാൽ. ഇതിൽ ഏതെങ്കിലും 2 സംഖ്യകൾ കൂടി കൂട്ടുമ്പോൾ നമുക്ക് 19 കിട്ടുമോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കുക. 19 കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കിനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഒന്നിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൽ നിന്ന് വേറൊരു പെർഫെക്റ്റ് സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഈ പെർഫെക്റ്റ് സ്ക്വയറുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഓഡ് നമ്പറാണ്. അതായത് 1 4 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 3 ആണ് അല്ലേ, 3. 4 9 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 5. 9 16 തമ്മിലുള്ള വ്യത്യാസമോ 7. 16 25 തമ്മിലുള്ള വ്യത്യാസമോ 9. ഇവർ തമ്മിലുള്ള വ്യത്യാസം 11. ഇവ തമ്മിലുള്ള വ്യത്യാസം 13. ഇത് തമ്മിലുള്ള വ്യത്യാസം 15 അല്ലേ. ഇവ തമ്മിലുള്ള വ്യത്യാസം 17. ഇവ തമ്മിലുള്ള വ്യത്യാസം 19. ഇങ്ങനെയാണ് ഈ വ്യത്യാസം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പോണത്. മനസ്സിലായല്ലോ. നമുക്ക് 19 കിട്ടണമെങ്കിൽ അല്ലേ, ഏത് പെർഫെക്റ്റ് സ്കോറിൽ നിന്ന് ഏത് കുറച്ചാളാണ് 19 കിട്ടുമെന്ന് നോക്കിയേ അല്ലേ. 10ൻ്റെ സ്കോറിൽ നിന്ന് 9ൻ്റെ സ്കോർ, അതായത് 100ൽ നിന്ന് 81 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 19 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 19 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 81, ഇതാണ് 19. അതായത് 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. അപ്പോൾ നോക്കിയേ, ഇതിൽ നിന്ന് 100ൽ നിന്ന് 81 കുറച്ച് കഴിഞ്ഞാലാണ് ഇത് കിട്ടുന്നത് അല്ലേ. അതായത് ഇവിടെ ഏറ്റവും നമ്മൾ മട്ടത്രികോണം വരയ്ക്കുമ്പോൾ ഏറ്റവും വലിയ വശം ഏതായിരിക്കും, ഇവിടെ നമ്മൾ 100ൽ നിന്നാണ് കുറക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നാണ് കുറക്കുന്നത്. ഈ വശവും ഈ വശവും നമ്മൾ കണ്ടുപിടിക്കാൻ ഇതിൽ ഏറ്റവും വലുതിൽ നിന്നാണ് കുറക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് ഏറ്റവും വലിയ വശം. അപ്പോൾ ഇവിടെയാണ്, അതായത് കർണം ഹൈപ്പോട്ടിനസ് ആണ് നമുക്ക് കിട്ടുന്നത് 10 എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റിക്കരുത്. നേരത്തെ നമ്മൾ ആഡ് ചെയ്യായിരുന്നു അല്ലേ, ആ വലുത് കിട്ടാൻ വേണ്ടി രണ്ടും തമ്മിൽ ആഡ് ചെയ്തു. ഇത് നമ്മൾ വലുതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുകയാണ്. അത് വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഏറ്റവും വലുത്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസ്. മറ്റേത് നമുക്ക് ഏത് വേണമെങ്കിലേക്ക് എടുക്കാം, പക്ഷേ ഇതെപ്പോഴും എന്താണ് 10. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള വശം എടുത്തോ. അടുത്ത വശം എത്ര വരും, 10 സ്ക്വയർ മൈനസ് 9 അല്ലേ. അപ്പോൾ അടുത്ത വശം 9. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ത്രികോണം വരയ്ക്കേണ്ടത്. ക്ലിയർ ആയില്ലേ. മറ്റേതിൽ നമ്മൾ കർണം അറിയില്ലായിരുന്നു, ഇതിൽ നമുക്ക് കർണം അറിയാം, ഒരു വശവും അറിയാം. അപ്പോൾ ഈ വശമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ വശത്തിൽ നമ്മൾ സ്ക്വയർ വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം,
ഇതേപോലെ ഒരു വട്ടത്രികോണം വരയ്ക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എങ്ങനെ വട്ടത്രികോണം വരയ്ക്കുക? ആദ്യം നമുക്ക് നോക്കിയാൽ 9 സെൻറ്റിമീറ്റർ. അപ്പോൾ 9 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നമ്മളിത് 9 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്കറിയാവുന്നത് ഈ കർണത്തിൻ്റെ നീളമാണ് അല്ലേ, 10 സെൻറ്റിമീറ്റർ. ഈ 10 സെൻറ്റിമീറ്റർ ഞാൻ എങ്ങനെ അടയാളപ്പെടുത്തും? ഇപ്പോൾ ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ എനിക്ക് അടയാളപ്പെടുത്തണം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം 10 സെൻറ്റിമീറ്റർ അല്ലേ, ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. പക്ഷെ എന്ത് വേണം? പക്ഷേ ഇവിടെ കർണ്ണാണ് 10 സെൻറ്റിമീറ്റർ അല്ലേ, ഹൈപ്പോട്ടിനസാണ് 10 സെൻറ്റിമീറ്റർ. അതായത് ഇത് എന്താണ്? ഇത് ലംബമായിരിക്കണം, ഇവ തമ്മിൽ ലംബമായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു ലംബം ഇങ്ങോട്ട് വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ വരച്ചു 90 ഡിഗ്രി. കണ്ട, വെറുതെ ഒരു വര വരച്ചു നീളത്തിൽ. ഇനി എന്ത് ചെയ്യാം? നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് എത്രയാണ് നമുക്ക് വേണ്ടത്? 10 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നമ്മൾ ഈ വരച്ച ലൈൻ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ വട്ടത്രികോണം. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 19 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? 9 × 9 അല്ലേ, അതായത് 81. ഇതായിരിക്കും ഇതിൻ്റെ ഏരിയ, പരപ്പളവ്. ഇനി ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിലോ ഇതിൻ്റെ ഏരിയ എത്ര വരും? ഏരിയ ഈക്വൽ ടു 10 × 10 അല്ലേ, 10 സ്ക്വയർ, അതായത് 100. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇവിടെ ഈ വശം സൈഡായിട്ട് ഒരു സ്ക്വയർ വരച്ച എത്രയായിരിക്കും ഏരിയ വരാം? ഞാൻ പറഞ്ഞു ഇത് തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലേ. അതായത് ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലേ. 10 സ്ക്വയറിൽ നിന്ന് 9 സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 19 കിട്ടും. അപ്പോൾ നോക്കിയാൽ 100-ൽ നിന്ന് 10 സ്ക്വയർ 100-ൽ നിന്ന് 89 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? ഇതിൻ്റെ ഏരിയ കിട്ടും. അതായത് ഇവിടെ ഏരിയ എത്ര വരും? 100 - 81, അതായത് 19. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മളിപ്പോൾ വട്ടത്രികോണം വരയ്ക്കൽ ഞാൻ പറഞ്ഞു തന്നല്ലോ. അതിനുശേഷം എന്ത് ചെയ്യാം? എവിടെയാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കേണ്ടത്? ഇവിടെ അല്ല സ്ക്വയർ വരയ്ക്കേണ്ടത്, നമുക്കറിയാത്ത ഈ വശം അല്ലേ, ഈ വശത്തിലാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കേണ്ടത്. ഇനി അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അല്ലേ. ഇവിടെ നോക്കിയാൽ കുറേ ഡോട്ടുകൾ നമ്മൾ കുറേ ഡോട്ടുകളുണ്ട്, അത് യോജിപ്പിച്ചുകൊണ്ട് 4 സ്ക്വയറുകളുണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദയർ ഏരിയാസ്. ഇതിൻ്റെ ഈ സ്ക്വയറുകളുടെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. വളരെ എളുപ്പം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നാം പൈത്തഗോറസ് സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 ലംബവശങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നീളമുള്ള വശത്തിൻ്റെ സ്ക്വയർ കിട്ടും നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ആദ്യത്തെ സ്ക്വയർ നമ്മൾ എടുത്തു. ഇതിൻ്റെ ഏതെങ്കിലും 2 വശങ്ങൾ യോജിപ്പിച്ചിട്ട് മൂലകൾ നമ്മൾ കൂട്ടിമുട്ടിച്ചിട്ട് നമുക്കൊരു മട്ടത്രികോണാക്കാൻ പറ്റും നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ് ഞാൻ ഇങ്ങനെ മുട്ടിക്കാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇപ്പോൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഞാൻ എന്ത് കിട്ടിയെന്ന് എനിക്ക് ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടി. അപ്പോൾ ഓരോ ഡോട്ടുകളും 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൂരത്തെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 1, 2, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ നമുക്ക് ഏറെക്കുറെ ആദ്യത്തെ സ്ക്വയർ വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ സ്ക്വയർ വരുന്നത്. നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 3 ഡോട്ട് അല്ലേ, അതായത് ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 2 ഡോട്ട്, അതായത് ഇവിടെ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കിയേ, ഈ മട്ടത്രികോണത്തിൽ ഇതിൻ്റെ ഹൈപ്പോട്ടിനസ്, അത് കർണത്തിൽ വരയ്ക്കുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഇവിടെ വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഏരിയ അല്ലേ, അതായത് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഏരിയ ഓഫ് ദി സ്ക്വയർ. അതായത് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ത് എഴുതാം നമുക്ക്? ഇതിൻ്റെ സ്ക്വയർ അല്ലേ, അതായത് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ സീക്വൽ ടു 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 4 സീക്വൽ ടു 10. രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ഈ യെല്ലോ കളറിലുള്ള ഈ ചെറിയ ഈ സ്ക്വയർ നോക്കിയാൽ ഇതേപോലെ നമ്മൾ വരച്ചതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മുട്ടിക്കാം അല്ലേ, ഇങ്ങനെയും മുട്ടിക്കാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഒരു മട്ടത്രികോണം കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ 2 ഈ ഡോട്ടുകളുടെ ഇടയിൽ 1 സെൻറ്റിമീറ്റർ, ഇവിടെയും 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര വരും? ഇത് കർണാണ്, ഹൈപ്പോട്ടിനസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് എഴുതാം. ഏരിയ ഓഫ് ദി സ്ക്വയർ
സീക്വൽ ടു അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ത് വരും? ഇതിൻ്റെ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സീക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 അതായത് 2. അപ്പോൾ 2 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ. ഇനി നമുക്ക് നോക്കിയാൽ ഈ ബ്ലൂ കളറിലുള്ള ഈ സ്ക്വയർ നോക്കിയാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ഒരു മട്ടത്രികോണാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. ഒരു മട്ടത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെയോ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് സീക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 സീക്വൽ ടു 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നാലാമത്തെ നോക്കിയാൽ ഈ വലിയ ഈ യെല്ലോ കളറുള്ള അല്ലേ വലിയ ഈ സ്ക്വയർ അത് ഇതേപോലെ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഈ മൂലം മുട്ടിക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ 1 2 അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ. ഇവിടെ ആണെങ്കിലോ 1 2 3 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് അതായത് ഏരിയ ഓഫ് ദി സ്ക്വയർ സീക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ സീക്വൽ ടു 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16 അല്ലേ? അതായത് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ